ഹലോ, ഇന്നൊരു ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് എനിക്ക് റൂം ഒതുക്കാനും അടുക്കി പെറുക്കി വെക്കാനൊന്നും സമയമേ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ റൂമൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കാമെന്ന് ഓർത്ത് ഞാൻ വന്നപ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വൃത്തിയാക്കാൻ വരുന്നത് പറഞ്ഞിട്ട് അതുകൊണ്ട് ആ കറണ്ട് അങ്ങോട്ട് പോയത്. എന്നാലും ഞാൻ ആ ഉള്ള വെളിച്ചത്തിൽ ഒതുക്കാനായിട്ട് നിന്നു. പിന്നെ കറണ്ട് പോയി വന്ന് നിൽക്കായിരുന്നു കേട്ടോ. ജനലേമുള്ള ഒരു അംഗം നിങ്ങൾ കണ്ടില്ലേ? ഫുൾ ഫ്രെയിംസും പിന്നെ ഗിഫ്റ്റ് കിട്ടിയ കുറേ ഐറ്റംസും കുപ്പിയും പാട്ട എല്ലാം അതിൻ്റെ മുകളിലുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ ഫ്രെയിം തൂക്കാനുള്ള ആണിയും കാര്യങ്ങളൊന്നും നമ്മൾ ചുമരുമ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം അതൊന്ന് തൂക്കിയിടാനായിട്ട്. ബാക്കി ഷെൽഫും അലമാരും ഒക്കെ ഞാൻ പെറുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട്സ് തന്നൊരു ഗിഫ്റ്റാണ്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്നും ഞാൻ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ മാല ഉണ്ടല്ലോ അതിട്ട് വെച്ചു കേട്ടോ. ബോക്സ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ കല്യാണത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ബൊക്കെയാണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. നമ്മൾ പുത്തമ്പള്ളിയിൽ അവിടെ നിന്നാണ് കിട്ടിയത്. 800 രൂപയ്ക്ക് സംഭവം കിട്ടി. ഓൺലൈനിലാണെങ്കിൽ 3000 4000 ഒക്കെ ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തോ വൈറ്റ് കളർ ബൊക്കെ അത് നമ്മൾ വെഡ്ഡിങ്ങിന് പിടിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. എക്സ്ചേഞ്ച് ചെയ്യുന്നത് ചെക്കനും പെണ്ണും അങ്ങനെ. പിന്നെ ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ്, തലേമത്തെ പണിയായുധങ്ങളാണ്. അപ്പോൾ അത് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. ബാക്കി എടുക്കാനൊന്നും എനിക്ക് ലൈറ്റ് ഉണ്ടായിരുന്നില്ല കറണ്ട് പോയപ്പോൾ. അതുകൊണ്ട് ഞാൻ ബാക്കി എടുത്തില്ല. പിന്നെ അടിക്കലും തുടയ്ക്കലും ഒക്കെ ആയിരുന്നു പണി. ഇപ്പോൾ റൂമും പിന്നെ മോൾബോഗൊക്കെ ഒന്ന് അടിച്ച് വന്നപ്പോൾ തന്നെ എൻ്റെ നടു മൊത്തത്തിൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മോപ്പ് ഉണ്ടല്ലോ, ഈ സംഭവം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൈഡൊക്കെ അതായത് നമ്മുടെ അലമാരയുടെ താഴെ കട്ടീന് താഴെയൊക്കെ തുടയ്ക്കാൻ അടിപൊളിയായിട്ട് സംഭവം പറ്റുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുമ്പോൾ ചളി പിടിക്കും. കിട്ടിയപ്പോൾ വെള്ളമായിരുന്നു, പക്ഷേ ഉപയോഗിച്ച് അതിൻ്റെ കളർ മഞ്ഞായി. ഇപ്പോൾ നമ്മളതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, കളർ മഞ്ഞിച്ചിട്ട് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അവരൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. മിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവും. കാരണം ഇത് ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ നാപ്തോൾ ചാനലിലൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഞാനിപ്പോഴത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരി കേട്ടോ.